ഇന്ന് പലരിലും കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മുട്ടുവേദന. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മുട്ടുവേദനയെ കുറിച്ചിട്ടാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പമുള്ള ഡോക്ടർ ഹിബാസ് അരവേൽ അനക ഡോക്ടറാണ്. വെൽക്കം ഡോക്ടർ. അപ്പോൾ ഡോക്ടറെ, 40 വയസ്സ് കഴിഞ്ഞ മിക്കവരിലും ഈ മുട്ടുവേദന കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണ്? 40 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ മുട്ടുവേദന കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഇതിന് പല പല കാരണങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് മുട്ടിലുണ്ടാകുന്ന തേയ്മാനാണ്. നമ്മുടെ സന്ധികൾക്കിടയിലുള്ള അല്ലെങ്കിൽ അസ്ഥികൾക്കിടയിലുള്ള തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജിലുണ്ടാവുന്ന തേയ്മാനം കൊണ്ടാണ് പല ആളുകളിലും മുട്ടുവേദന ഉണ്ടാവുന്നത്. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ശരീരഭാരം കൂടുതലാവുന്നതാണ്. ഒരുപാട് വണ്ണമുള്ള ആൾക്കാരിൽ അവരുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും അവരുടെ കാലിലേക്കാണ് പോവാറുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും മുട്ടുവേദന പറയാറുണ്ട്. ഇനി മൂന്നാമതായിട്ട് ഒരു റീസൺ പറയാനുള്ളത് മുന്നേ ഉണ്ടായിട്ടുള്ള ഇഞ്ചുറികളാണ്. അപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ ആളുകൾ മുട്ടുവേദനയായിട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, മുന്നേ എവിടെയെങ്കിലും വീണിട്ടുണ്ടോ, എവിടെയെങ്കിലും തട്ടലും മുട്ടലും ഉണ്ടായിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, എനിക്കൊരു കുറച്ച് കൊല്ലങ്ങൾ മുന്നേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കഴിച്ചില്ല എന്നുള്ളത്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. എന്തെങ്കിലും ഒരു ഇതുപോലത്തെ ഇഞ്ചുറികൾ ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ട്രീറ്റ് ചെയ്യാതെ വിടുക എന്നുള്ളത്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ കുറച്ചും കൂടെ കാലം കഴിയുമ്പോഴാണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. അതേപോലെ തന്നെ ഡോക്ടറെ, മുട്ടുവേദന വന്നാൽ ഉടനെ സർജറി വേണോ, അതോ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കണ്ടെത്താന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ മുട്ടുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ സർജറി പോകണം എന്നുള്ളതല്ല. നമ്മൾ മുട്ടുവേദന സ്റ്റാർട്ടിങ്ങിൽ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിലിപ്പോൾ ഞാൻ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ തന്നെ ശരീരഭാരം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് കഠിനമല്ലാത്തത് നമ്മുടെ പേശികൾക്കൊക്കെ സ്ട്രെച്ചിങ് നൽകുന്ന ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ വ്യായാമങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇത്തരം തെറാപ്പികൾ നമുക്ക് ഫിസിയോതെറാപ്പിയിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, നമുക്ക് സർജറിയിലേക്കൊന്നും പോവാതെ നമ്മൾ തുടക്കത്തിൽ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസ് വെച്ച് കൊണ്ട് തന്നെ നമുക്കിത് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്, വേദന കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ വളരെ പ്രായമായിട്ടുള്ള ആളുകൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചമ്രം പടിഞ്ഞ് നിലത്തിരിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മുട്ടുവേദനയുള്ള ആൾക്കാർ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതേപോലെ ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കാതെ വെസ്റ്റേൺ ടോയ്ലറ്റ് ഉപയോഗിക്കാനും അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവരുടെ ജീവിത രീതിയിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ സർജറിയിലേക്കൊന്നും പോവാതെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ മുട്ടുവേദന മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഡോക്ടർ, ഈ ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാലും നമുക്ക് ഈ മുട്ടുവേദന കുറയ്ക്കാൻ കഴിയുമോ? ഉറപ്പായിട്ടും. നമുക്ക് ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് എല്ലുകൾക്ക് വേണ്ടതെന്ന് പറയുന്നത് കാൽസ്യം, വിറ്റമിൻ ഡി ആണ്. അപ്പോൾ ഈ കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പാല്, മുട്ട പോലുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ വൈറ്റമിൻ ഡി ലെവലും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടെയാണ്. പിന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ള സാൽമണ്, അയല, മത്തി പോലെയുള്ള ഫിഷുകൾ കഴിക്കുക. അതേപോലെ തന്നെ വാൾനട്ട്, ആൽമണ്ട് പോലുള്ള നട്ട്സുകൾ കൂടെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ കൂടുതൽ നീർക്കെട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഉപ്പും പഞ്ചസാരയും കൂടെ അളവ് കുറയ്ക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം ഈ മുട്ടുവേദനയുടെ പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ തന്നെ മുട്ടുവേദനയ്ക്കൊപ്പം തന്നെ പലരും പരാതിപ്പെടുന്ന ഒരു കാരണമാണ് കാല് തരിപ്പ്. ഈ മുട്ടുവേദനയും കാലിത്തരിപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സാധാരണയായിട്ടുള്ള ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവ തമ്മിൽ അത്രയ്ക്കുള്ള കണക്ഷൻ ഇല്ല. ഇപ്പോൾ നല്ല നീർക്കെട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ നീർക്കെട്ട് ഈ നാഡീനെ അഫക്റ്റ് ചെയ്യാനും അതുവഴി കാലിൽ തരിപ്പുണ്ടാകാനും കാരണമാവുന്നുണ്ട്. പക്ഷെ അത് വളരെ ലെസ് കോമൺ ആയിട്ട് അധികം കാണാത്ത ഒരു കാര്യമാണ്. ഈ കാലിലുള്ള തരിപ്പിന് ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഡിസ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ ഡിസ്കിൽ നിന്നാണ് കാലിലേക്കുള്ള നാഡികളൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ഡിസ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്ക് തള്ളി വരിക, അല്ലെങ്കിൽ ഡിസ്കിൽ ഇതേപോലെ തേയ്മാനം ഉണ്ടാവുക, അല്ലെങ്കിൽ ഡിസ്കിൻ്റെ ഇടയിലുള്ള സ്പേസ് കുറയുന്ന സമയത്ത് അവിടെയുള്ള നാഡികൾ അതിൻ്റെ ഇടയിൽ കുടുങ്ങാനും അല്ലെങ്കിൽ കംപ്രഷൻ വരാനും അതുവഴി കാലിലേക്കുള്ള ഈ സെൻസേഷനൊക്കെ കുറയാനും ഇത് തരിപ്പായിട്ട് മാറാനും കാരണമാവുന്നുണ്ട്.
പിന്നെ വേറൊരു കാരണം പറയുകയാണെങ്കിൽ വിറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും കോമൺ ആയിട്ട് പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ കാലിലെ തരിപ്പ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാരണം നോക്കുകയാണെങ്കിൽ ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് അത് കുറേ കാലമായിട്ട് ട്രീറ്റ് ചെയ്യാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഈ ഡയബറ്റിസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവുന്ന സമയത്ത് അത് നെർവിനെ കൂടെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ ഏറ്റവും ടിപ്പുകളിൽ എന്ന് വെച്ചാൽ കൈയുടെ ടിപ്പ് ആയിക്കോട്ടെ, കാലിൻ്റെ അടിഭാഗം ആയിക്കോട്ടെ, അവിടേക്കുള്ള സെൻസേഷൻ കുറവ് അല്ലെങ്കിൽ നാഡിയുടെ പ്രവർത്തനം കുറവുണ്ടാകുമ്പോഴാണ് ഈ തരിപ്പുകൾ കൂടുതലായിട്ടും കാണാറുള്ളത്. അതേപോലെ തന്നെ ഈ തരിപ്പ് അവഗണിച്ചുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? തരിപ്പ് നിങ്ങൾ അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മെയിനായിട്ട് 3 ബുദ്ധിമുട്ടുകളാണ് കാണുക. ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ തരിപ്പ് എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇത് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലിൻ്റെയോ അല്ലെങ്കിൽ കൈയിൻ്റെയോ പല ഭാഗത്തേക്കുള്ള, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ടിപ്പിലേക്കുള്ള സെൻസേഷനാണ് അവിടെ ഇല്ലാതാവുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ പോവുകയും അത് പിന്നീട് ഒരു വല്ലാത്തൊരു ഇൻഫെക്ഷനിലേക്ക് മാറാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ തരിപ്പ് നമ്മൾ അവഗണിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ മസിൽ വേസ്റ്റിങ് അല്ലെങ്കിൽ പേശി ബലം കുറയാനും അതേപോലെ കാലിൻ്റെ പേശികളുടെ അല്ലെങ്കിൽ ബാലൻസ് പോകാനൊക്കെ ആയിട്ട് അത് കാരണമാവുന്നുണ്ട്. അതേപോലെ തന്നെ ഡോക്ടർ, ഈ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ജീവിതശൈലിയിൽ മെയിനായിട്ട് പറയാനുള്ളത് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമിതവണ്ണമുള്ള ആൾക്കാർക്ക് എന്തായാലും ഈ മുട്ടുവേദനേൻ്റെ ഒരു പ്രശ്നം സാധാരണയായിട്ട് പറയാറുള്ളതാണ്. ഇനി നമ്മൾ വേറൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുത്തവും നടത്തവും ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കുറച്ച് നേരമെങ്കിലും നിൽക്കാനോ നടക്കാനോ ശ്രമിക്കുക. ഇനി എപ്പോഴും നിന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇരിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളതും കൂടുതലായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നതും ആയിട്ടുള്ള ഒരു കാര്യമാണ് പാദരക്ഷകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരുണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പല ആൾക്കാരും അവരുടെ പാദത്തിന് ചേരുന്ന അല്ലെങ്കിൽ സൈസ് ശരിയല്ലാത്ത അല്ലെങ്കിൽ ഹീൽസിൻ്റെ സൈസ് ശരിയല്ലാത്ത ചെരുപ്പുകൾ ഇട്ട് നടക്കാറുണ്ട്. അത് അവർക്ക് കംഫർട്ടബിൾ അല്ലാത്ത ചെരുപ്പുകൾ. അങ്ങനത്തെ ചെരുപ്പുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. അത് കാലിൻ്റെ ആരോഗ്യത്തിന് വളരെ ഇതായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് മുട്ടുവേദന മാത്രമല്ല കാലുവേദനയും കാലിൻ്റെ അടിയിലുള്ള വേദനകൾക്കൊക്കെ കാരണമാവാറുണ്ട്. പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഇത് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ചില ടെസ്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു നോക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അതിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് വൈറ്റമിൻ D ടെസ്റ്റ് തന്നെയാണ്. പിന്നെ ഷുഗർ ഉണ്ടോ എന്നുള്ളതും കൂടെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? മുട്ടുവേദനയും തരിപ്പും എന്ന് പറയുന്നത് നോർമലായിട്ടും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മെഡിക്കേഷൻസ് കൊണ്ട് തന്നെ മാറ്റാൻ പറ്റും. പക്ഷേ ഈ തരിപ്പുകൾ അവഗണിക്കുകയും അത് പിന്നീട് വളരെ കോംപ്ലിക്കേഷൻ, ഇപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലിൻ്റെ ബാലൻസ് പോവുകയോ അല്ലെങ്കിൽ നടത്തത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ കാര്യങ്ങളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ടുള്ള നീർക്കെട്ട് കാര്യങ്ങളൊക്കെ കാലിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൂത്രവും മലവും നിങ്ങളുടെ നിയന്ത്രണത്തിനല്ല പോകുന്നത് എന്നുണ്ടെങ്കിലോ അത് ന്യൂറോളജിക്കലായിട്ട്, അതായത് ബ്രെയിനിനെ വളരെ അധികമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അത് നാഡീവ്യവസ്ഥയ്ക്ക് ഏറ്റവും കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ സമയത്ത് എന്തായാലും ഒരു ഡോക്ടറെ കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഡോക്ടർ ഇത്രയും നേരം നമ്മളായിട്ട് ഷെയർ ചെയ്തത് മുട്ടുവേദനയെ കുറിച്ചിട്ടാണ്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറായിട്ട് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം.